Good morning. Good morning, Miss. Good morning, ma'am. Good morning, all. ഇന്ന് prayer ആരാണ്? prayer ആരാ പറയണേ? ഞാൻ ചെയ്യാം മാം. God, open my eyes to see new friends, open my ears to hear my teacher, open my mind to learn new things, open my hands to help others, open my mouth to speak kind words, open my heart to love like you. Thank you, God. Thank you. Sign in ആരാ പറയുന്നേ? Sign in ആരാ പറയുന്നേ? അല്ലെങ്കിൽ thoughts of the day? ആരുമില്ല? Ma'am, പറഞ്ഞോടാ. sign in പറയാം. Being good karma, we don't know whether the result will come today or tomorrow or even this world. But happening to others through good deeds is one of the best results. Signing in, Sahaduna. Good morning. Okay. അപ്പൊ നമ്മള് ഇന്ന് എടുക്കാൻ പോകുന്നത് പാർട്ട് 3 ഒരു ചാപ്റ്റർ ആണ്. പാർട്ട് 3 യൂണിറ്റ് 5 ആണ് എടുക്കുന്നത് കേട്ടോ. ഒരു മിനിറ്റ് 1 മിനിറ്റ്. പാർട്ട് 3 യൂണിറ്റ് 5 ആണ് എടുക്കുന്നത്. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പോ നമ്മള് ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ്. അഫ്ന മ്യൂട്ട് ആക്കോടാ. അപ്പോ നമ്മളൊരു കുട്ടിയില്ലേ, നല്ല ഒരു കുട്ടി, രണ്ട് കുട്ടികളെ വെച്ചിട്ട് നമ്മളിത് കമ്പയർ ചെയ്യണത്. ഒരു കുട്ടി എന്താണ് ഒരുപാട് ആക്ടിവിറ്റീസ് അറ്റ് എ ടൈം ചെയ്യാണ്. നമ്മൾ പറയില്ലേ ചുറുചുറുക്കുള്ള കുട്ടിയാണെങ്കിൽ ഓടിച്ചാടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ അവൻ അറ്റ് എ ടൈം ചെയ്യുന്നുണ്ട്. അവൻ കുറച്ചു നേരത്തിൽ കളിക്കണോ, അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോയി കളിക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് കളിക്കണോ. മറ്റൊരു കുട്ടിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് ഒറ്റ ആക്ടിവിറ്റി ആണ്. അത് അവൻ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം. സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നൊക്കെ അത് അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ ഇതിൽ ഏത് കുട്ടിയാണ് നോർമൽ ചൈൽഡ് എന്ന് നമ്മൾ പറയും? രണ്ട് കുട്ടികളെ ഞാൻ പറഞ്ഞില്ല എക്സാമ്പിൾ, അതിൽ ഏത് കുട്ടിയാണ് നോർമൽ ചൈൽഡ്? രണ്ടാമത് പറഞ്ഞ കുട്ടി. എല്ലാവർക്കും അതേ അഭിപ്രായമാണ്? ആണോ? ഓക്കെ, എന്നാ ശരിയാണ്. രണ്ടാമത് പറഞ്ഞ കുട്ടിയാണ് നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ കുട്ടി കോൺസെൻട്രേഷൻ കുറവാണ്, കാരണം അവനൊരു ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ആക്ടിവിറ്റീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ചെയ്യുന്ന കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവന് ഡീവിയേഷൻസ് സംഭവിക്കുകയാണ്. എപ്പോഴെപ്പോഴും ഡീവിയേറ്റ് ചെയ്യാൻ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ എന്താണ്? ഓക്കെ, അവര് എന്താണ് ഭയങ്കര ഡീവിയേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബൻസ് ഉണ്ട്, സൗണ്ടിന്റെ വല്ല പ്രശ്നമുണ്ടോ? ചെറുതായിട്ടുണ്ട് മാം. ഒരു മിനിറ്റ്.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതില് ഏത് ചൈൽഡാണ് നോർമൽ ചൈൽഡ് എന്ന് പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞ കുട്ടിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കുട്ടി പെട്ടെന്ന് ഓരോ ആക്ടിവിറ്റിനും ഡീവിയേറ്റ് ചെയ്ത് പോവാം, പെട്ടെന്ന് ഡീവിയേഷൻസ് സംഭവിക്കാം, അവരൊരു കാര്യം കുറെ നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത് പറഞ്ഞ കുട്ടിയാണെങ്കിൽ അവൻ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുള്ളൂ, ആ ഒരു കാര്യം അവന് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ആ ഒരു ആക്ടിവിറ്റി സക്സസ് ആവണമെന്നില്ല, പക്ഷെ അവന്റെ ഫുൾ ടൈമും എഫേർട്ടും അവൻ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലുണ്ട്. അപ്പൊ അവന്റെ ഒരു എന്താണ്, അവൻ അവിടെ ബിൽഡ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമ്മൾ പറയും ഈ കുട്ടിക്ക് തീരെ കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ എന്താണ് പറയണത് മീനിങ്? കോൺസെൻട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഡീവിയേറ്റ് ആയി പോവാണ്, അങ്ങനത്തെ കുട്ടികളാണ് കോൺസെൻട്രേഷൻ ഇല്ലാത്തത്. അല്ലാതെ ഒരു ആക്ടിവിറ്റി കുറേ ടൈമൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ എന്താ പറയാ, ഒരു ചുറുചുറുക്കില്ല, അവൻ ആ ഒരു പ്ലേ കാർഡ്സ് വെച്ച് കളിക്കുകയാണ്, കുറെ നേരം ഏതെങ്കിലും കളിക്കാൻ തുടങ്ങിയിട്ട്. അവൻ എന്താ വേറെ എന്തെങ്കിലും പുറത്തൊക്കെ പോയി കളിച്ചൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ അവൻ ചെയ്യുന്നത് എന്താണ്? കോൺസെൻട്രേറ്റ്. നല്ലൊരു കാര്യമാണ്, കാരണം അവൻ നോർമൽ ചൈൽഡ് ആണ്. അല്ലാതെ ഒരു ആക്ടിവിറ്റി പല ആക്ടിവിറ്റീസിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഡീവിയേറ്റ് ചെയ്ത് പോണ കുട്ടികള്, ആ കുട്ടികൾ എന്താണ്? നോർമൽ ചൈൽഡ് അല്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ മോണ്ടിസോറി ഇല്ല, മരിയ മോണ്ടിസോറി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണ നമ്മുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോ ആരാണ് നോർമൽ ചൈൽഡ്? നമ്മൾ കാണുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ നോർമൽ ചൈൽഡ് ആയിട്ട് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, കൺസിഡർ ചെയ്യാനായിട്ട്. ചിലപ്പോൾ നമുക്കൊക്കെ ക്ലാസ് ഒക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ സാധാരണ നോർമൽ സ്കൂളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ സ്കൂളുകളിലായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ തമ്മിൽ നമുക്ക് എന്തില്ല, വേർതിരിവ് കാണിക്കാനായിട്ട് പാടില്ല. കാരണം എന്താണ്, നമ്മുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ ഓരോ ടീച്ചർ മോണ്ടിസോറി പഠിച്ചിറങ്ങുന്ന ഓരോ ടീച്ചേഴ്സിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളും നമുക്ക് എന്താണ്, ഒരുപോലെയാണ്. അവിടെ വേർതിരിവൊന്നുമില്ല. സാധാരണ കൊച്ചുങ്ങള് അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള കൊച്ചുങ്ങൾ അങ്ങനെ വേർതിരിവ് കാണിക്കാൻ പാടില്ല. മാനസിക വെല്ലുവിളിയൊക്കെ നേരിടുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അവരെയൊക്കെ നമ്മള് ചിലപ്പില്ലേ, അവർക്ക് ഏജ് ഉണ്ടാവും, ഒരു അത്യാവശ്യം ഏജ് ഉണ്ടെങ്കിൽ പോലും അവർക്കൊക്കെ മനസ്സെന്ന് പറയണേ ചിലപ്പോൾ ഒരു 3-4 വയസ്സുള്ള കുട്ടികളുടെ മനസ്സായിരിക്കും. അപ്പൊ അവര് നമ്മളെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് അവര് നമ്മളെ കാണുന്നത് അവരുടെ അമ്മേനെ പോലെ തന്നെയായിരിക്കും. അമ്മമാരെങ്ങനെ കാണുന്നത് അതേപോലെ ആയിരിക്കും നമ്മളെ കാണുന്നത്. നമ്മൾ അതേപോലെ വേണം അവരെയും എന്ത് ചെയ്യാനായിട്ട്, ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോ നമ്മള് മോണ്ടിസോറി ടീച്ചേഴ്സിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എല്ലാ കുട്ടികളും നോർമൽ ചൈൽഡ് ആണ്. ഇനി എന്തെങ്കിലും ഡീവിയേഷൻസ് സംഭവിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഡീവിയേഷൻസ് കറക്റ്റ് ചെയ്യാനും അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. ഓക്കെ, പാഠഭാഗത്തിലേക്ക് വരാം. Dr. Montessori discovered that a normalized childhood frequently emerged as the result of being complete harmony with his entire environment. അപ്പോ ഒരു നോർമൽ ചൈൽഡ് ആണെങ്കിൽ അവന്റെ പരിസ്ഥിതി, ആ എൻവയോൺമെന്റ് ആയിട്ട്, അവന്റെ പരിസ്ഥിതി ആയിട്ട് മുഴുവനായിട്ട് ഇഴുകിച്ചേരുന്ന കുട്ടികളെയാണ് നോർമൽ ചൈൽഡ് എന്ന് പറയുന്നത്. അവന്റെ ആ ഒരു എൻവയോൺമെന്റ്, അവന്റെ ചുറ്റുപാടുമായിട്ട് അവൻ നല്ല രീതിയിൽ ഇഴകി ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവനും ആ ഒരു എൻവയോൺമെന്റ് അവന് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ അവൻ നോർമൽ ചൈൽഡ് ആണ്. She developed her special method on the base of this disclosure. ഈ ഒരു ഡിസ്ക്ലോഷറിന്റെ ബേസിലാണ് മോണ്ടിസോറി ഒരു സ്പെഷ്യൽ മെത്തേഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മോണ്ടിസോറി described this process of fundamental change in the child as normalization. ഇത് കുട്ടികളിലെ ഒരു അടിസ്ഥാനപരമായ മാറ്റം ആണ്. ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം, അതിനെയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നോക്കാം. Among the revelation the child has dropped as there is one fundamental important, the phenomena of normalization through work. നമ്മൾ പറയും, നമ്മളില്ലേ, നമ്മൾ ഒരു കാര്യം പറയാണ്, തോട്ട്സിലൊക്കെ നിങ്ങൾ പറയാറുള്ളതാണ്, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. പ്രാക്ടീസ് ചെയ്താണ് ഒരു വ്യക്തിനെ എന്താക്കുന്നത്, പെർഫെക്റ്റ് ആക്കുന്നത്. ഇപ്പൊ ഡാൻസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഡാൻസ് ആണെന്ന് വിചാരിക്കും, ജസ്റ്റ് ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് ഞാൻ പറയാണ്, ഡാൻസ് പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടി നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമല്ലാണ്ട് വീട്ടിൽ പോയിട്ട് നല്ല എഫേർട്ട് എടുത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കുട്ടി എന്താണ്, പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, അവൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ, വീട്ടിൽ പോയിട്ടൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പൊ ഏത് കുട്ടിയായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഡാൻസ് കളിക്കുന്നത്?
ഏത് കുട്ടിയായിരിക്കും? കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളായിരിക്കും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ നോർമൽ ചൈൽഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലൈസേഷൻ നമുക്ക് എങ്ങനെയാണ് കൈവരിക്കുന്നത്? ഓരോ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെയാണ് നോർമലൈസേഷൻ കൈവരിക്കുന്നത് അല്ലെങ്കിൽ നോർമലൈസ് ആവുന്നത്. അപ്പോ അത് കുട്ടി എന്താണ് ഒരു കാര്യം ചെയ്തു, അത് ശരിയായില്ല, അല്ലെങ്കിൽ അവൻ ചെയ്തു ലാസ്റ്റ് സ്റ്റേജ് വരെ ചെയ്തു, അവസാനം ആ ഒരു കാർഡ് വെച്ചപ്പോ ആ ഒരു ഫുൾ കാർഡ്സും എന്ത് ചെയ്തു? താഴത്തേക്ക് ഇങ്ങനെ വീണു. നമ്മൾ കാർഡ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കളിക്കാറില്ലേ? അങ്ങനെ ചെയ്യാറില്ലേ നിങ്ങള്? കാർഡുകളോ അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗ്ലാസ്സുകൾ ഇങ്ങനെ മുകളിലേക്ക് അടക്കി വെച്ചിട്ട് അതിങ്ങനെ ഒന്ന് റോൾ ചെയ്ത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവസാനത്തെ ആ കാർഡ് മുകളിലേക്ക് വെച്ച സമയത്ത് എന്ത് ചെയ്തു? ഈ കാർഡ് വെച്ച് ക്രിയേറ്റ് ചെയ്ത പിള്ളേരുടെ മൊത്തമായിട്ട് എന്ത് ചെയ്തു? തകർന്നു വീണു. അപ്പൊ ആ കുട്ടി അതവിടെ ഇട്ടിട്ട് പോവാണോ ആ കുട്ടി ചെയ്യാ? അല്ല, അവൻ വീണ്ടും അത് ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റത്തെ കാർഡ് വരെയും അവൻ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ശ്രദ്ധയോട് കൂടി ആ കാർഡ് എന്ത് ചെയ്യും? അവൻ ഫിക്സ് ചെയ്യും. ആദ്യം ആ ചെയ്ത സമയത്ത് നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അത് വേണ്ടാന്ന് വെച്ച് പോവാണെങ്കിൽ പിന്നെ അവൻ എവിടെ പോയിട്ടും കാര്യമില്ല. നമ്മളൊക്കെ അങ്ങനെയാ അല്ലെ? നമ്മളല്ല, മനുഷ്യന്മാരങ്ങനെയാ. അവർക്കൊരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരവിടെ ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിക്കാണ്ട് വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? സക്സസ് ആവുന്നതെന്ന് നമുക്കറിയാം. അത് ഉപേക്ഷിക്കാണ്ട് വീണ്ടും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? എഫേർട്ട് എടുക്കണം. നമ്മൾ ഒരിക്കലും സക്സസ് സ്റ്റോറീസ് മാത്രമല്ല കേൾക്കുന്നത്, ഫെയിലിയേഴ്സ് കൂടി കേൾക്കണം. കാരണം എന്താണ്? നമ്മൾ ഒരുപാട് ഫെയിലിയറിൽ നിന്നാണ് ഗ്രേറ്റ് പേഴ്സൺസും സക്സസിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ വർക്ക് ഹാർഡായിട്ട് ചെയ്യുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് മൂലമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു വർക്ക് ചെയ്യുന്നതിൽ പെർഫെക്റ്റ് ആവാൻ പറ്റുന്നത്. സോ മാൻ മേക്ക് പെർഫെക്റ്റ് ത്രൂ പ്രാക്ടീസ്. ഒരു വ്യക്തി എങ്ങനെയാണ് പ്രാക്ടീസിലൂടെയാണ് പെർഫെക്റ്റ് ആവുന്നത്? നോക്കാം കേട്ടോ. എന്താണ് revelation the child has brought us? There is one fundamental importance. നമ്മൾ ചൈൽഡിനെ കുറിച്ച് റിവീൽ ചെയ്യുകയാണെങ്കിൽ, വെളിപ്പെടുത്താണെങ്കിൽ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. The phenomena of normalization through work. ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന നമുക്ക് എങ്ങനെയാണ് എഫേർട്ട് വർക്ക് എടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏൺ ചെയ്യുന്നത്. It is certain that the child attitude of the work present a vital instant. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ വർക്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റൽ ഇൻസിസ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. വിത്തൗട്ട് വർക്ക്, നമ്മൾ ഒട്ടും വർക്ക് ചെയ്തില്ല, ഹിസ് പേഴ്സണാലിറ്റി കനോട്ട് ബി ഓർഗനൈസ് ഇറ്റ് സെൽഫ്. അപ്പൊ ഒട്ടും എഫേർട്ട് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി എന്താവില്ല? നല്ല രീതിയിലാവില്ല. അപ്പൊ ഡീവിയേറ്റ് ഫ്രം നാച്ചുറൽ ലൈൻ ഓഫ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. ആ കുട്ടികൾ പെട്ടെന്ന് ഡീവിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് വീണ്ടും റിപ്പീറ്റ് ചെയ്ത ആ ഒരു വർക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താവും? പെർഫെക്റ്റ് ആവും. അല്ലാത്ത പക്ഷം എന്താണ്? നമ്മൾ ആ ഒരു വർക്ക് ചെയ്ത് നമ്മൾ ഫെയിലിയർ ആയി, ഇനി ഞാൻ അത് ചെയ്യില്ല, ഞാൻ പ്രാവശ്യം തോറ്റുപോയതാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിട്ടു പോവാണെങ്കിൽ ആ കുട്ടി എന്താണ്? ഡീവിയേറ്റ് ചെയ്തു പോവാണ്. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. മനുഷ്യനെ ബിൽഡ് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണ്? വർക്കിങ്ങിലൂടെയാണ്. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിലൂടെയാണ് ഒരു നല്ല പൂർണ്ണമായ ഒരു മനുഷ്യനായിട്ട് മാറുന്നത്. ഇനി മോണ്ടിസോറിയില് നമുക്ക് കുട്ടികൾക്ക് രണ്ട് സ്ട്രീംസ് ഓഫ് ബോഡി അല്ലെങ്കിൽ രണ്ട് സ്ട്രീംസ് ഓഫ് വർക്ക് അല്ലെങ്കിൽ രണ്ട് സ്ട്രീംസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് മസ്കുലർ എനർജി യൂസ് ചെയ്ത് എഫേർട്സ് ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന വർക്കുകൾ. അത് മെന്റൽ എനർജിയിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന വർക്ക്. മെന്റൽ എനർജി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ബുദ്ധി, ആ കുട്ടിയുടെ ആഗ്രഹമാണ്. പിന്നെ നമ്മൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ്, നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒരു സ്ഥലത്തായിരിക്കണം. ഒരു പരസ്യമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്, ഒരു പരസ്യം, എനിക്ക് തോന്നുന്നു ബേസിൽ ജോസഫിന്റെ പരസ്യമാണ്. അതില് അവന് ആഗ്രഹം എന്തൊക്കെ കുക്കാവാനെങ്ങാണ്ടാണ്.
കാരനാവാനാണ്, ഷെഫ് ആവാനായിരുന്നു ആഗ്രഹം. അതില് പക്ഷെ അവന് ആവാൻ പറ്റിയത് ഡോക്ടർ എങ്ങാണ്ടാണ്. അപ്പൊ അതില് അങ്ങനത്തെ ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ അവർ പറയുന്നത് നമ്മൾ റൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു മീനിങ് അവിടെ പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മോണ്ടിസോറിയിലേക്ക് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ മൈൻഡ് എവിടെയാണോ അവിടെ തന്നെ വേണം നമ്മുടെ ബോഡി. നമ്മൾ എവിടെയാണോ നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് ഒരിക്കലും മൈൻഡും ബോഡിയും തമ്മിൽ ഡിവോഴ്സ് ചെയ്യരുത്. അത് നല്ല ആണ്. ഒരിക്കലും മനസ്സ് ശരീരത്തെ ഉപേക്ഷിക്കരുത് എന്നാ പറയുന്നത്. ഇപ്പോഴും രണ്ടും ഒരുമിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട്. നമ്മുടെ മൈൻഡ് ഉള്ളിടത്ത് തന്നെ വേണം നമ്മുടെ ബോഡി. നിങ്ങൾ ഓരോരുത്തരും നാളെ നല്ലൊരു ടീച്ചർ ആവണം അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഒരുപാട് എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഒരുപാട് കളിയാക്കലിൽ നിന്നൊക്കെയാണ് നിങ്ങളൊക്കെ ഓരോരുത്തരും നാളെ എനിക്കും നല്ലൊരു ടീച്ചർ ആവാൻ പറ്റും ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നിങ്ങളുടെ മനസ്സിനോടൊപ്പം നിങ്ങളുടെ ശരീരത്തെയും ഇത് ചെയ്തിട്ട് എന്താ പറയാ ആ എഫേർട്ടിലേക്ക് കൊണ്ടുവരാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ എന്താണ് നമ്മളുടെ മനസ്സിനെ ഫോളോ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. കുറെ കാലം ഞാനടക്കം എനിക്ക് തോന്നുന്നു ഞാനടക്കം നിങ്ങൾ എല്ലാവരും നമ്മുടെ മൈൻഡ് വേറെ എവിടെയാണ് അവിടെ. ഞാൻ പറയാം, എന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പഠിച്ചത് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതായിരുന്നു. ഞാൻ എന്നിട്ട് അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് തൃപ്തി കിട്ടുന്നില്ല. ഞാൻ പോകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, ഓക്കെയാണ്. പക്ഷെ എനിക്ക് എന്ത് കിട്ടുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതപ്പോ എന്താ പറയാ മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ആ ജോബിൽ എനിക്ക് താല്പര്യമില്ലല്ലോ. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ അത് ഉപേക്ഷിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് എനിക്ക് എന്ത് ജോബ് ചെയ്യുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്റെ പാഷൻ എന്താണ്. വേറൊരു പാഷനും ഇല്ലാത്ത, ഡാൻസ് ഇല്ല, പാട്ടില്ല, ഒന്നുമില്ല, അങ്ങനെ ഒരു ഹോബീസും ഇല്ല. വേറെ എന്താണ് എന്റെ പാഷൻ എന്ന് ആലോചിച്ചു. ആകെ എനിക്കറിയാവുന്നത് മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ ടീച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്ത് 2 കുട്ടികൾ, ഒരു 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്ന് എനിക്ക് അക്ഷരം പോലും അറിഞ്ഞതായിരുന്നു. അപ്പൊ അത്രയും ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് എനിക്ക് ട്യൂഷൻ എടുക്കുമോ മോളെ, അവിടെ ഒന്നും വിട്ടിട്ട് ശരിയാവണില്ല, മോളൊന്നും എടുത്ത് നോക്കുമോ എന്ന് ചോദിച്ച് കൊണ്ടുവന്നാക്കിട്ടാ. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാനപ്പോ അങ്ങനെ എടുത്തു തുടങ്ങി, ട്യൂഷൻ എടുത്തു തുടങ്ങി. അപ്പൊ എനിക്കില്ലേ ട്യൂഷൻ എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എനിക്കിപ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ആ കുട്ടികൾക്ക് മാർക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ ഏൺ ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ എന്തോ അച്ചീവ് ചെയ്ത പോലെ മുമ്പ് എനിക്ക് എന്താണ് അക്കാഡമിക്കിൽ കിട്ടുന്ന മാർക്കുകൾ കിട്ടിയിരുന്ന പോലെ എനിക്ക് അവർക്ക് മാർക്ക് കിട്ടുമ്പോൾ എനിക്കൊരു ഫീല് തോന്നി തുടങ്ങി. സോ ഞാൻ വിചാരിച്ചു ഇതാണ് എന്റെ മാർഗം, എനിക്ക് പഠിപ്പിക്കുന്നത് ഇഷ്ടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, ടീച്ചിങ് ആണ് എന്റെ ഫീൽഡ് എന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തത്, ടീച്ചിങ്ങിലേക്ക് വന്നത്. സോ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ സമയം. നമ്മുടെ മൈൻഡ് എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്ത് അത് കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് എല്ലാവരും അതേ എഫേർട്ട് ഒക്കെ എടുത്തിട്ടാണ്. അതേപോലെ ഞാനും ഒരുപാട് എഫേർട്ട്സ് എടുത്തിട്ടുണ്ട്. കാരണം കുട്ടികള് ചെറുതായിരുന്നു. ആ സമയത്ത് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പോണത്. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറേ നമ്മുടെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു. ചില ക്ലാസ്സുകളൊക്കെ മിസ്സാവും, അതൊക്കെ വീണ്ടും നോട്ട്സ് ഒക്കെ എഴുതിയപ്പം അങ്ങനെ നമ്മൾ ടീച്ചിങ്ങിലേക്ക് വന്നു. ആദ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാണ് ഞാൻ അതിന് മുമ്പ് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല നമുക്ക്. കാരണം കുട്ടികളോടൊക്കെ നല്ല രീതിയിൽ എൻഗേജ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തത്. അപ്പൊ ആദ്യം നമുക്ക് മോണ്ടിസോറിയ പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞപ്പോ ഓക്കെ കുഴപ്പമില്ല. പക്ഷേ ഓൺലൈൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാനിത് ഇതുവരെയും ഓൺലൈനായിട്ട് എടുത്തിട്ടില്ല. അത് ഓൺലൈനിൽ കുട്ടികളായിട്ട് നമുക്ക് ആ ഒരു എന്തുണ്ടാവും, ആ ഒരു കോണ്ടാക്ട് ഉണ്ടല്ലോ, നേരിട്ട് കണ്ട് കുട്ടികളുടെ മുഖത്തുനിന്ന് നമുക്ക് അവർക്ക് മനസ്സിലായോ ഇല്ലേന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് അവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ടീച്ചറൊക്കെ ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടികളെ ആ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായോ ഇല്ലേന്ന് നമുക്ക് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പം
എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സിന് വന്നപ്പോ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്കായിരുന്നു തോന്നുന്നു, 94-നാണ്. 94-ന്റെ ബാച്ചിന് എനിക്ക് തോന്നുന്നു കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. അതെങ്ങനെ എടുക്കണമെന്നോ ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യത്തെ ക്ലാസ്. അപ്പോ ഞാൻ ഭയങ്കര ടെൻഷനാണ്, കാരണം എനിക്ക് അറിഞ്ഞൂടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് അത്ര പരിചയമല്ല. എനിക്ക് തുറന്നിട്ട നല്ല കാറ്റും എയറൊക്കെ കയറിയിട്ടുള്ള ആ ഒരു എൻവയോൺമെന്റിൽ ക്ലാസ് എടുക്കാനാണ് എനിക്ക് ഇഷ്ടം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വന്നപ്പോ എനിക്ക് അത്ര പരിചയമില്ലാത്തൊരു എൻവയോൺമെന്റ് ആണ്. പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞാൻ പെട്ടെന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ക്ലാസ്സിന് മാത്രമേ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഡേ മുതൽ ഞാൻ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ മാക്സിമം ക്ലാസ്സുകൾ മിസ്സാക്കാതൊക്കെ തുടങ്ങി. അങ്ങനെ അപ്പൊ ഞാൻ എന്റെ മൈൻഡ് ഓക്കെ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇഷ്ടമായി തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താണ്, നമ്മുടെ മൈൻഡ് എവിടെയാണോ അവിടെ വേണം നമ്മളുടെ ബോഡിയും ഉണ്ടാവാനായിട്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹം എവിടെയാണോ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം. മറ്റുള്ളവർ പുറത്തുള്ള എല്ലാവരും പറയും, പല കാര്യങ്ങളും പറയും. നമ്മളെന്ത് ചെയ്യും, പല രീതിയിൽ നമ്മളെന്ത് ചെയ്യും, നിരുത്സാഹപ്പെടുത്തും. അയ്യോ നീയോ ഇനിയിപ്പോ പഠിപ്പിക്കാൻ പോവാ, ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലവരും എന്ത് ചെയ്യും, നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്യും. നമ്മളെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, എന്നെ മോട്ടിവേറ്റ് അല്ല ഡിസ്മോട്ടിവേറ്റ്, എന്ന മോട്ടിവേഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മളെ കുത്തുകയൊക്കെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിച്ച ഫീൽഡിൽ ജോലിയാണെങ്കിൽ ഇപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് സാലറി ഒക്കെ കിട്ടും. പക്ഷെ അപ്പൊ എനിക്കൊരു വെല്ലുമ്മ ഉണ്ട് കേട്ടോ. ആ വെല്ലുമ്മ ഇടയ്ക്ക് വിളിക്കും, അമ്മനെ വിളിക്കുന്നത് ഞാൻ അടുത്തുണ്ടാവും. അമ്മനെ വിളിച്ചിട്ട് പറയും, ഇടി നീ എന്തിനാ ഇവള് ഇത്രയും പഠിപ്പിച്ചത്, ആദ്യം ഡിഗ്രിക്ക് കിട്ടു പിന്നെ PG കിട്ടു, എന്തിനാ ഇത്രയും പഠിപ്പിച്ചത്, ഒരു കാര്യമില്ല, അവളിപ്പോ ആ പിള്ളേർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കാം, എന്ത് കിട്ടും അവർക്ക് അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാല്. പക്ഷെ അവർക്ക് അറിഞ്ഞൂടല്ലോ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ മൈൻഡിന് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് നമ്മളുടെ എത്ര പൈസയാണോ അതൊന്നും വെച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മൈൻഡ് സംതൃപ്തിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാ പ്രശ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് നമ്മുടെ ഒപ്പം ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ച ഫീൽഡാണ് എനിക്ക് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ എന്നാലും ആ സമയത്ത് എനിക്ക് ആ ഒരു വർക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. പെട്ടെന്ന് എന്താണ് ഞാൻ ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. അങ്ങനത്തെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോ, അല്ലെങ്കിൽ ഞാനിപ്പോ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പൊ 4 വർഷം ആവണം. അപ്പൊ ഈ 4 വർഷമായിട്ട് ഞാൻ ഈ ചെയ്യുന്ന ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മൈൻഡ് എന്താണോ പറയുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പ്രയത്നിക്കാനായിട്ട്. പുറത്തുനിന്ന് ഒരുപാട് എന്താ പറയാ, ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും, ഈ ചെയ്യുന്ന തെറ്റാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മളൊരു സക്സസ്സിലാവുമ്പോ അവർ പറയും, കുട്ടി സക്സസ് ആയി, ഇതെന്റെ റിലേറ്റീവ് ആണെന്നൊക്കെ അവർക്ക് പറയാനൊരു അഭിമാനം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് അക്കോർഡിംഗ് ടു മോണ്ടിസോറി, ഇനി ഗ്രോയിങ് ചൈൽഡ്, ഒരു കുട്ടികളുടെ മനസ്സിൽ നിന്ന് നമ്മൾ നോക്കാം. In a growing child, there are 2 streams of body, especially the muscular energy expended in voluntary movements. So ഫസ്റ്റ് പറയുന്നത് എന്താണ്, മസ്കുലർ എനർജിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് ഫിസിക്കലി നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റണം. സെക്കൻഡ് പറയുന്നത് മെന്റൽ എനർജിനെ കുറിച്ചാണ്. മെന്റൽ എനർജിയിൽ വരുമ്പോൾ ഇന്റലിജൻസ് ആൻഡ് വില്ല് വരും. നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു, ചെസ് ഒക്കെ കളിക്കില്ലേ, അതേപോലെ ബുദ്ധിപരമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു. നമ്മുടെ ആഗ്രഹത്തിന് വില്ലാട്ടോ, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നു. അത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹം എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടി നമ്മൾ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ദീസ് 2 ആക്സെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി, ഇത് രണ്ടും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ 2 ആക്സെപ്റ്റ്സ് ആണ്. മൈൻഡ് ആൻഡ് ബോഡി ഷുഡ് നെവർ ബിക്കം ഡിവോഴ്സ്. ഒരിക്കലും നമ്മുടെ മനസ്സും ശരീരവും എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. മനസ്സ്
ഒരിക്കലും ശരീരത്തെ ഉപേക്ഷിക്കാനായിട്ട് പാടില്ല, ഒരിക്കലും വേർതിരിയരുത്. നമ്മുടെ മനസ്സ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ബോഡി. ഇൻസ്റ്റഡ് ദീസ് ടു ഷുഡ് വർക്ക് ഇൻ യൂണിസൺ. നമ്മൾ രണ്ടും, ഈ പറഞ്ഞ ബോഡിയും മൈൻഡും, മനസ്സും ശരീരവും യൂണിസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐക്യത്തോടു കൂടി ആയിരിക്കണം എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്. അതർവൈസ് അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ദ ചൈൽഡ് വിൽ ബി ഡീവിയേറ്റ്. അല്ലാത്ത പക്ഷം ആ കുട്ടി വ്യതിചലിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവൻ ചെയ്യണ വർക്ക് അവന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അതിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് നോർമലൈസേഷൻ എന്താണെന്നാണ് പറഞ്ഞത്. നോർമലൈസേഷനിൽ 3 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത്, നമ്മള് നോർമലൈസ്ഡ് ചൈൽഡിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വർക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് സമയം എടുത്തിട്ടായാലും ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ നോർമൽ ചൈൽഡ് എന്ന് പറയുന്നു. നമ്മള് മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു വ്യക്തിനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് വർക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അവൻ ചെയ്യുന്ന വർക്ക് വീണ്ടും വീണ്ടും കോൺസെൻട്രേഷനോട് കൂടി ചെയ്താൽ മാത്രമേ ആ വർക്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. അതേപോലെ നമ്മൾ മോണ്ടിസോറി പറയുകയാണെങ്കിൽ 2 സ്ട്രീംസ് ഉണ്ട്, നമ്മുടെ മസ്കുലർ എനർജി ആൻഡ് മെന്റൽ എനർജി. ഇത് രണ്ടും കൂടി ഒരുമിച്ച്, മൈൻഡും ബോഡിയും ഒരുമിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട്. നമ്മൾ മൈൻഡ് പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ നമുക്ക് ആ വർക്ക് നല്ല രീതിയിൽ ഐക്യത്തോട് ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ എന്താവും, ആ വർക്കിൽ നിന്ന് ഡീവിയേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഈ ഡീവിയേഷൻ പറയുകയാണെങ്കിൽ. വലിയ കുട്ടികളുടെ കേസ് ആണെങ്കിൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആയിരിക്കും ചില ആൾക്കാര് എന്താണ്, ഇപ്പോ എന്തെങ്കിലും ആർട്സ് കോഴ്സ് ചെയ്യും, ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് ചെയ്യും, അത് കഴിഞ്ഞ് അവരുടെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യും. അപ്പോ ചില ആൾക്കാർ ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ നോർമലൈസേഷൻ വായിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ല. നമ്മൾ ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് 3 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാൻ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. എല്ലാരും വായിച്ചാ? ഓക്കെ, അപ്പൊ ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നോർമലൈസേഷൻ മനസ്സിലായത് അതൊന്ന് പറയോ? എന്താണ് നോർമലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായത്? അതിൽ ഒരാളൊന്ന് പറഞ്ഞാൽ മതി. അതായത് ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് പറയുവാണെങ്കിൽ, നമ്മുടെ കണ്ണിലൂടെ ഒരു കുട്ടീനെ നമ്മളിപ്പോ പഠിപ്പിക്കാൻ പോവാന്ന് വെച്ചോ,
അല്ല, ഒരു സ്കൂളിൽ നമ്മളിപ്പോ പഠിപ്പിക്കാൻ പോകുന്ന വെച്ചോ, അവിടെയുള്ള എല്ലാ കുട്ടീനെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളായിട്ട് കാണണം. അതുപോലെ തന്നെ അവിടെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പിള്ളേരുണ്ടാകും. അവരെല്ലാവരെയും നോർമൽ ചൈൽഡായിട്ട് വേണം കാണാൻ. നമ്മുടെ മുമ്പിലിരിക്കുന്ന എല്ലാ പിള്ളേരും നമ്മളൊരു നോർമൽ ചൈൽഡായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. പിന്നെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി സ്ലോ ആയിട്ട് അവൻ ഓരോ കാര്യങ്ങളും നല്ല ജാഗ്രതയോടുകൂടി ചെയ്യാണ്, നല്ല കോൺസെൻട്രേഷനോടുകൂടി ചെയ്യാണ്. ഒരു കുട്ടി വേഗം 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 കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കുട്ടി, അതായത് നോർമലായിട്ട് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യണ കുട്ടിയായിരിക്കും നോർമൽ ആയിട്ടുള്ള ചൈൽഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് പെർഫെക്റ്റോട് കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ഓരോ ജോലിയും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ മൈൻഡ് ബോഡി അതുപോലെ നമ്മുടെ മൈൻഡും ബോഡിയും ഒരു സ്ഥലത്താവണം. അത് രണ്ടാവരുത്. നമ്മൾ ഒരേപോലെ വേണം നമ്മുടെ ബോഡീനെ ആയാലും നമ്മുടെ മൈൻഡ് ആയാലും നമ്മൾ ഒരുപോലെ കൺട്രോൾ ചെയ്ത് വേണം നമ്മൾ ഓരോ കാര്യം ചെയ്യാനായിട്ട്. നമ്മുടെ ബോഡി ഇവിടെ വെച്ചുകൊണ്ട് മൈൻഡ് വേറൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് ആ കാര്യം ചെയ്യല് അതൊരിക്കലും അത് നമ്മുടെ പെർഫെക്റ്റ് ആവൂല. ഇതൊക്കെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, ഇനി ഒരു പോയിന്റ് എനിക്ക് തോന്നി മിസ്സായിരുന്നു. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ഒരു വ്യക്തിയെ ബിൽഡ് ചെയ്തെടുക്കുന്നത് വർക്കിങ്ങിലൂടെയാണ്, അല്ലെ? ആ ഒരു പോയിന്റ് ഒന്ന് മിസ്സായിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അതിലെന്താവുന്നത്, പെർഫെക്റ്റ് ആവുന്നത്, അല്ലെ? ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ നോർമൽ ചൈൽഡ്. ഈ നോർമൽ ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലവ് ഓഫ് ഓർഡർ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ക്രമമുണ്ട്. നമ്മള് ലവ് ഓഫ് എൻവയോൺമെന്റ്. നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് എന്ന് പറഞ്ഞാൽ നോക്കി നമ്മളൊരു മോണ്ടിസോറി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ മോണ്ടിസോറി ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ഒരു വർക്ക് ഏരിയ ആണ് ഈ കാണുന്നത്. കുറെ കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോ ഇതിനെല്ലാത്തിനും അതിൻ്റെതായ ഓർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഓർഡർ കാണുന്നില്ലേ? ഒരു ക്രമമുണ്ട്. ഓരോ കാര്യങ്ങളും എവിടെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലത്താണ്. അത് നല്ലൊരു ക്രമത്തോട് നല്ല അച്ചടക്കത്തോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു കുട്ടി വരുമ്പോ അവന് ചിലപ്പോ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റണമെന്നില്ല. പിന്നെ അവന്റെ ഈ പ്രാക്ടീസോട് കൂടി അല്ലെങ്കിൽ ആ മറ്റു കുട്ടികൾ പെരുമാറുന്നതും അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് പെരുമാറുന്നതനുസരിച്ച് അവൻ ഈ ഒരു ഓർഡറിലേക്ക് വരാണ്. ഇങ്ങനെയാണ് ഇവിടെ, ഇതേപോലെ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാന്നുള്ളത് അവൻ എന്ത് ചെയ്യണം, പഠിക്കുകയാണ്. ലവ് ഓഫ് ഓർഡർ ആണ് നമ്മൾ പറയുന്നത്. ദ ചൈൽഡ് ഡിസ്ക്ലോസ് ആൻഡ് ഇന്റൻസ് ലവ് ഓഫ് എൻവയോൺമെന്റ്. അവന്റെ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അവൻ ആദ്യം എഴുതിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ഒരു എൻവയോൺമെന്റ് ഇഷ്ടപ്പെട്ടു തുടങ്ങും. അവന്റെ ഈ പരിസ്ഥിതി അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ആൻഡ് കറസ്പോണ്ടിങ് അംബിഷൻസ് ടു കൺസേർവ് ഇൻ ദ ഓർഡർ ഇൻ. അതേപോലെ തന്നെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് വെക്കാനായിട്ട് അവൻ എന്ത് ചെയ്യും, ശീലിച്ചു തുടങ്ങും. നമ്മൾ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് അറിയാം. അവരോട് പ്രാവശ്യം പറയുന്നത് ടേബിളിന്റെ മുകളിൽ വെക്കേണ്ടതെന്ന് പറഞ്ഞാല് അവർ നിലത്ത് കിടന്നാൽ പോലും അതെടുത്ത് മുകളിൽ വെക്കും. ടേബിളിന്റെ മുകളിൽ, ഇത് ടേബിളിന്റെ മുകളിലാണ് വെക്കേണ്ടത്. അപ്പോ ഞാൻ ഒരു പ്രാവശ്യം എന്തൊരു കാര്യം ടേബിളിന്റെ മുകളിൽ വെക്കണം എന്ന് മോളോട് പറഞ്ഞതിന് ശേഷം അവള് എന്റെ കയ്യിൽ നിന്ന് താഴ്ത്തി വിടും. പിന്നെ ഞാനത് എടുക്കാൻ നിന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടു. പക്ഷെ അവളെ എന്നെ വന്ന് ചീത്ത പറയാം, അമ്മയല്ലേ പറഞ്ഞത് ടേബിളിന്റെ മുകളിലാണ്, നമ്മുടെ കയ്യിൽ നിന്നല്ലേ വീണത്, എന്തുകൊണ്ട് ഇത് വയ്ക്കാനെന്ന് ചോദിച്ചാൽ എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആള് അവൾക്കറിയോ ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെയാണ് വെക്കേണ്ടത്, ഇന്ന ഓർഡർ ആണ്. കുട്ടികൾ തന്നെ ആ ഒരു ഓർഡർ എന്ത് ചെയ്യാൻ തുടങ്ങും, ആ ഒരു ക്രമം ഫോളോ ചെയ്യാൻ തുടങ്ങും. അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് മനസ്സിലായി തുടങ്ങും ഈ ഒരു ക്രമം എങ്ങനെയാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയാണ്. ദ അക്യുമെൻ ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ. നമ്മുടെ ഒരു കുശാഗ്ര ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു നിർബന്ധ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയും. അത് ക്രമത്തിന്റെ ഒരു തത്വമാണ്, അതൊരു ഓർഡർ ആണ്. ചില കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചത്, നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് കുറച്ച് നിർബന്ധങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ക്ലാസ്സില് ഒരു കുട്ടിയെന്ന് വിചാരിക്കും, ഒരു എക്സാമ്പിൾ ആണ്, ആ കുട്ടിയുടെ കയ്യിൽ ഒരു പേന എടുത്തോട്ടാ.
പേന എടുത്തു കഴിഞ്ഞപ്പോ റിയൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പേന എടുത്തു കഴിഞ്ഞിട്ട് ഞാനത് ഇത് ചെയ്തിട്ട് അവന്റെ ബോക്സിൽ തന്നെ ഇട്ട് കൊടുത്തു. അപ്പൊ അവൻ എന്നോട് പറയാ എന്നോട് പറയണ ഇത് പെൻസിൽ വെക്കേണ്ട സ്ഥലമാണ്, അപ്പുറത്താണ്, ബോക്സിന്റെ അപ്പുറത്തെ സൈഡിലാണ് പേന വെക്കേണ്ടത്. അപ്പൊ അതിൽ അവനെ എഴുതി വെച്ചിട്ടുണ്ട് പെൻസിൽ എവിടെയാണ് വെക്കേണ്ടത്. ചെറിയൊരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുക പെൻസിൽ. ചിലപ്പോ അമ്മയെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കും പെൻസിൽ ഇവിടെയാണ്, പേന അപ്പുറത്താണ്. ഞാൻ പറഞ്ഞു അയ്യോ സോറി ട്ടാ മോനെ, എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് ഞാൻ വേഗം കൊടുത്ത് പേന എടുത്ത് എന്ത് ചെയ്തു, പേനയുടെ സ്ഥലത്ത് വെച്ചു. ചില കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു നിർബന്ധം ഉണ്ടാവും, ഒരു കുശാഗ്ര ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയും. അത് എന്തിന്റെ പ്രിൻസിപ്പിൾ ആണ്? ദ ലവ് ഓഫ് ഓർഡർ, ക്രമത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്, ക്രമത്തിന്റെ ഒരു തത്വമാണ്. കുട്ടികള് ആദ്യം നമ്മള് ക്ലാസ്സിലൊക്കെ കൊണ്ടുവന്നാക്കുന്ന സമയത്ത് കുട്ടികൾ എന്താണ് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും അല്ലെ. കുഞ്ഞു കുട്ടികളെ കൊണ്ട് നമ്മൾ സ്കൂളിലാക്കുമ്പോൾ നമുക്കറിയാം കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പൊ അവര് ചെരുപ്പൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു, വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് എറിയുന്നു, ബാഗ് വേണ്ടെന്ന് പറയുന്നു, ഭയങ്കര വാശിയായിരിക്കും. ഒരു 1 വീക്ക് കഴിയുമ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങും. അവർക്ക് ആ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടു തുടങ്ങും. കാരണം മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടി എൻഗേജ് ആവുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പൊ അവരൊരു ക്രമത്തിലേക്ക്, അവരൊരു ഓർഡറിലേക്ക് എത്തും. ശരിക്കും പറയാം എങ്ങനെയാണ് ആദ്യം കരച്ചിലും ബഹളമൊക്കെ ആയി വന്ന കുട്ടി നല്ല രീതിയിൽ വന്ന് ചപ്പല് പുറത്ത് ചപ്പൽ എന്ത് ചെയ്യാൻ തുടങ്ങും, പുറത്ത് ഊരി വെക്കാനായിട്ട് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. ആ ഒരു നമ്മുടെ എന്താണ് ഷൂ റാക്സിൽ കറക്റ്റ് ആയിട്ട് ആ ചെരുപ്പ് ഊരി വെക്കും. അത് കഴിഞ്ഞ് വാട്ടർ ബോട്ടിൽ എവിടെയാണ് വെക്കേണ്ടത്, വാട്ടർ ബോട്ടിൽ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കും. പിന്നെ ബാഗ് ഉണ്ടെങ്കിൽ ബാഗിന്റെ ആ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ആ റാക്കിൽ കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് ഊരി വെക്കും. ദെൻ അവന്റെ സീറ്റിൽ, അവൻ അലോക്കേറ്റ് ചെയ്ത സീറ്റിൽ അവന്റെ ഐറ്റംസ് ഒക്കെ ആയിട്ട് പോയിരിക്കും. നമുക്ക് മനസ്സിലാവും അവൻ ഒരു ഓർഡർ ഫോളോ ചെയ്ത് തുടങ്ങി. ആദ്യം അങ്ങനെ ആവണമെന്നില്ല, ഫസ്റ്റ് വീക്കോ 2 വീക്സോ കഴിയുമ്പോഴാണ് ഈ ഒരു ഓർഡറിലേക്ക് അവൻ എത്തുന്നത്, ഈ ഒരു ക്രമത്തിലേക്ക് അവൻ എത്തുന്നത്. അവന്റെ എൻവയോൺമെന്റ് അവൻ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്രമം ഫോളോ ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ ബിഹേവിയറിൽ കാണാൻ പറ്റും. ആദ്യം കുറുമ്പായിട്ട് വരുന്ന കുട്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നല്ല കുട്ടികളൊക്കെ ആയിട്ട് മാറും. ഇതെല്ലാം എന്താണ്, നോർമലൈസ്ഡ് ചൈൽഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി രണ്ടാമത്തെ പറയുന്നത് ലവ് ഓഫ് വർക്കിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ലവ് ഓഫ് വർക്ക്. വർക്ക് ഈസ് ദ സെയിം മീൻസ് എനി ആക്ടിവിറ്റി. ഏതൊരു ആക്ടിവിറ്റിയും നമ്മൾ എന്തായിട്ട് കണക്കാക്കുക, വർക്കായിട്ട് കണക്കാക്കുക. നമ്മൾ എന്തൊരു ആക്ടിവിറ്റി കൊടുത്താലും അതൊക്കെ എന്താണ്, വർക്കാണ്. വിച്ച് അഫക്ട് ദ ചൈൽഡ് ഹോൾ പേഴ്സണാലിറ്റി ആസ് ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ക്യാരി ദ ചൈൽഡ് കറസ്പോണ്ടിങ് ജോയ് ആൻഡ് ഇൻ പെർഫോമിംഗ് ഇറ്റ്. ആ കുട്ടിക്ക് സന്തോഷം ചെയ്യുന്ന രീതിയിൽ ആ ഒരു ആക്ടിവിറ്റി ചിലപ്പോൾ ചില കുട്ടികളുണ്ടാവും അവർക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളൊരു വർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്താലും മിസ് എനിക്ക് ആ ഒരു ആക്ടിവിറ്റി വേണം, എനിക്ക് ആ ഒരു കാര്യം വേണം എന്ന് കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ചോദിക്കാൻ തുടങ്ങും. കാരണം അവന് ആ ഒരു വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ ആ ഒരു കാര്യം അവന് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്രമത്തിലേക്ക് അവൻ വരുന്നതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ലവ് ഓഫ് വർക്ക്. അവന് കൊടുത്തിരിക്കുന്ന വർക്ക് ചെയ്യുന്നതിൽ അവൻ എന്ത് വരുന്നു, സന്തോഷം കിട്ടുന്നു. ഇനി പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറയണത് അഖണ്ഡമായ ഏകാഗ്രത എന്ന് വെച്ചാല് സ്വസ്ഥമായ ഏകാഗ്രത. നല്ല കോൺസെൻട്രേഷൻ ഉണ്ട് കുട്ടിക്ക്. ഒരു വർക്ക് നമ്മൾ കൊടുത്തിട്ട് കുറെ ടൈം എടുത്തിട്ടുണ്ട്, 2 മണിക്കൂറൊക്കെ എടുത്ത് അവനത് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ കൊണ്ട് കാണിക്കുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ ഡ്രോയിങ് ഒക്കെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി വെച്ചാൽ ഡ്രോയിങ് ആയിരിക്കും. അത് നല്ല രീതിയിൽ അവർ ടൈം എടുത്ത്, ബാക്കി കുട്ടികളൊക്കെ ചിലപ്പോൾ സ്പീഡിൽ കൊണ്ടുവന്ന് കാണിക്കും. പക്ഷെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ടൈം ഒക്കെ എടുത്ത് ആ കുട്ടികളെ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ നമ്മൾ അവനെന്ത് ചെയ്യും, അപ്രിസിയേറ്റ് ചെയ്യും. കാരണം ഇത്രയും സമയം അവനോ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും ടൈം എഫേർട്ടും അവൻ അതിലേക്ക് സ്പെൻഡ് ചെയ്തു. അങ്ങനത്തെ കുട്ടികൾക്ക് നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും ഭാവിയിൽ കിട്ടുന്നത്. കാരണം ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്തു, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എഫേർട്ട് ഒക്കെയാണ്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ആ സമയത്ത് ആ 2 hours എന്ന് പറയുന്ന സമയത്ത് അവൻ വേറൊരു ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ല. അവന് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവന് നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് വായിക്കാം. This concentration, which is so complete, often lonely the child from his environment. അവന്റെ ആ ഒരു
എൻവിയോൺമെന്റ് ആയിട്ട് അവനെന്ത് ഇഴുകി ചേർന്നാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത്. അവന് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇതായിരിക്കും അത്. ടു അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറിയിൽ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മിനി വേൾഡ്, നമ്മുടെ വേൾഡിന്റെ തന്നെ ഒരു മിനി എൻവിയോൺമെന്റ് ആണ് ഇന്ന് മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവന് അല്ലെങ്കിൽ അവർക്ക് ഈ മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞ് പോകുമ്പോ അല്ലെങ്കിൽ ആ ഒരു എൻവിയോൺമെന്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവന് വേറെ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല, ഏകദേശം സെയിം ആണ്. നിങ്ങൾ കണ്ടില്ല അവിടെ ചെയറൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സാധാരണ ടേബിളും ചെയറൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ ഒക്കെയാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഫുഡിന്റെ ഒക്കെ പ്ലേറ്റ്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ മിനി വേൾഡിന്റെ തന്നെ ഒരു ചെറിയ നേച്ചറാണ് മോണ്ടിസോറി. അപ്പൊ മോണ്ടിസോറി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മളുടെ പുറത്തുള്ള എൻവയോൺമെന്റ് ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ആവാനായിട്ട് അവർക്ക് പറ്റും. കുറച്ചും കൂടി സ്പീഡിലി അറ്റാച്ച് ആവും. കാരണം അവൻ ഇത്രയും നാള് കണ്ടൊരു എൻവയോൺമെന്റ് തന്നെയാണ് അവൻ ഇപ്പോഴും കാണുന്നത്, പുറത്തുള്ള വേൾഡും അതേപോലെ തന്നെയാണ്. സോ അവന് വേറെ ഡിഫറൻസോ ഡിഫിക്കൽട്ടീസോ ഒന്നും അവനെന്തില്ല, തോന്നില്ല. അപ്പൊ അവനെന്താണ്, അവന് വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. അവൻ അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, പെട്ടെന്ന് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവനൊരു പ്രത്യേക കഴിവുണ്ടാവും. The mind constrains itself through the contact with existence, not with the projection of make beliefs. അപ്പൊ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാര്യങ്ങളെല്ലാം ഓൾറെഡി അവൻ എല്ലാത്തിനെ കുറിച്ച് നല്ല അറിവുണ്ട്. അപ്പൊ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ഊഹങ്ങളോ അല്ലെങ്കിൽ അവൻ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ഊഹങ്ങളൊന്നുമല്ല, കറക്റ്റ് ആയിട്ട് അതിന്റെ എക്സിസ്റ്റൻസ് അറിയാം. അവൻ ആ കാര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. കുട്ടികൾ ആദ്യം മനസ്സിലാക്കുന്ന സെൻസ് ആണ്. ഓരോ കാര്യങ്ങൾ ടച്ച് ചെയ്ത് അവൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങും, സെൻസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അതിന്റെ മൊമെന്റ്സ്, അതെന്തുകൊണ്ട് വന്നു എന്നുള്ള റീസൺസ്, പിന്നെ അത് ഇമാജിൻ ചെയ്യും. The foundation of its all is the external world as take it first. നമ്മൾ എക്സ്റ്റേണൽ വേൾഡ് പോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഫൗണ്ടേഷൻ. ത്രൂ ദ സെൻസ് ആൻഡ് ദ മൂമെന്റ് ആൻഡ് ലേറ്റർ ബൈ ദ റീസൺ ആൻഡ് ഇമാജിനേഷൻ. നമ്മളിപ്പോ മോണ്ടിസോറി എൻവയോൺമെന്റ് ആണ് അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു ട്രീയുടെ മോഡൽ നമ്മൾ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട്. സോ അവനറിയാം, അങ്ങനെ കാണുന്നത് എന്താണ്, ട്രീ ആണ്, മരമാണെന്നറിയാം. സോ അവന്റെ ഇമാജിനേഷനിൽ അതേപോലത്തെ മരങ്ങൾ വരും. നമ്മൾ ചിന്തിക്കില്ലേ, മരം മരത്തിന്റെ താഴെ ഇരിക്കുന്നു എന്നൊക്കെ കുട്ടികളോട് പറയുമ്പോൾ ആ മരത്തിന്റെ താഴെ പോയിരിക്കുന്നതായിട്ട് അവർ ഇമാജിൻ ചെയ്തു തുടങ്ങും. അല്ലെങ്കിൽ പുറത്ത് അതേപോലത്തെ മരങ്ങൾ കാണുമ്പോ അമ്മ ഇത് ട്രീ ആണ്, ഇത് എന്റെ സ്കൂളിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, അവന് മനസ്സിലാക്കി തുടങ്ങി, അവൻ സെൻസ് ചെയ്ത് തുടങ്ങി. The information so received is worked up and integrated and rise to the order of intelligence. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ഒക്കെ റിസീവ് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നത് മൂലമാണ്. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന മൂലമാണ്. ഇതെല്ലാം ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് അവനൊരു ഓർഡർ ഓഫ് ഇന്റലിജൻസ് കിട്ടും. ഒരു നമ്മുടെ ഒരു എന്താ പറയാ, ബുദ്ധിപരമായിട്ട് വൈജ്ഞാനികപരമായിട്ട് ഒരു ഓർഡർ ആ കുട്ടിക്ക് കിട്ടേണ്ടത്. അപ്പോ അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് റിയൽ എൻവയോൺമെന്റ് തമ്മിൽ എന്തില്ല, ഡിഫറൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ റിയൽ എൻവയോൺമെന്റ് ഒരു മിനി നേച്ചർ അല്ലെങ്കിൽ മിനി ഒരു ചെറിയൊരു ഫോം തന്നെയാണ് മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ കുട്ടികൾക്ക് പുറത്തുള്ള വേൾഡ് ആയിട്ട് എന്തില്ല, ഡിഫറൻസ് തോന്നുന്നില്ല, വേർതിരിവ് ഒന്നും തോന്നുന്നില്ല. കാരണം അവരിവിടെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഇവിടെ പരിചയമായിട്ടുള്ള അതേ ഒരു റിയാലിറ്റി തന്നെയാണ് പുറത്ത്. സോ അവിടെ ഡിഫറൻസ് തോന്നണമെന്നില്ല. അവർക്ക് എങ്ങനെയാണ് പുറത്തു പോയാൽ പെരുമാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എന്റെ മോക്ക് ആദ്യമൊക്കെ ആള് നമ്മളെ ടിഷ്യൂ ഒക്കെ കൊടുത്തേക്ക് നമ്മൾ തന്നെ ടിഷ്യൂ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ എടുത്തെന്ന് വിചാരിക്കും. ടിഷ്യൂ കൈക്ക് തുടയ്ക്കാൻ എടുക്കുന്ന ടിഷ്യൂ ഇല്ല, അത് എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെയായിരുന്നു തുടച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ബിന്നിൽ ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അവൾ സ്കൂളിൽ കറക്റ്റ് ആയിട്ട് അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളുടെ ടിഷ്യൂ ഞാൻ എടുത്തു കൊടുക്കും, ഹൈറ്റ് വലുതാണല്ലോ. അപ്പൊ ഞാൻ അവിടെ എടുത്തു കൊടുത്താൽ അവളത് ടിഷ്യൂ കറക്റ്റ് ആയിട്ട് തുടച്ച് കൈയൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് അവള് തന്നെ വേസ്റ്റ് ബിന്നിൽ ഇടും. അതേപോലെ വീട്ടിൽ വേസ്റ്റ് ബിൻ ഉണ്ട്. അപ്പൊ അവള് മിഠായി കടലാസ് ഒക്കെ ഉണ്ടല്ലോ, മിഠായി ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ആ മിഠായി കഴിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റിന്റെ കവർ കൊണ്ടുവന്ന് വേസ്റ്റ് ബിന്നിലിടും. അതെന്താണ്, അവള് സ്കൂളിൽ ശീലിച്ചിട്ടുള്ള ശീലങ്ങളാണ് അവൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫോളോ ചെയ്യുന്നത്.
എനിക്ക് മനസ്സിലായി അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളിത് മനസ്സിലാക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞൊന്നും കൊടുത്തു, ഞാൻ ഒന്നും സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞൊന്നും കൊടുക്കാറില്ല. ജസ്റ്റ് ഫോളോ ചെയ്യാൻ പറയും. അവർക്ക് എന്താണ് ഇഷ്ടം ഉള്ള രീതിയിൽ അങ്ങനെ ആ ഒരു രീതിയിൽ വളർത്തണേ. അപ്പൊ അതുകൊണ്ട് അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ അത് വീട്ടിൽ വന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, അവളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊക്കെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നുള്ളൂ, ഈ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണല്ലോ എന്നുള്ള രീതിയിൽ ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. ഗൈഡ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഗൈഡ് ചെയ്യും, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മളെന്താണ് അവള് റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ പെട്ടെന്ന് എന്താണ് റിയാലിറ്റി ആയിട്ട് ഇഴുകിച്ചേരാനായിട്ട് നമുക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. സോ എന്താണ് ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, കോൺസെൻട്രേഷന്റെ കാര്യം, അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. ഈ 4 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മ പറഞ്ഞ എക്സാമ്പിളിലൂടെ തന്നെ ആലോചിച്ച് വായിക്കാം കേട്ടോ. എല്ലാരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് ലവ് ഓഫ് സൈലൻസ്. ലവ് ഓഫ് സൈലൻസ്. നമ്മൾ പറഞ്ഞു കുട്ടികള് നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒറ്റയ്ക്കാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞാല് അവരുടെ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അറ്റാച്ച് ആവുകയാണ് നമ്മള്. അല്ലാതെ അവരെ മാനസികമായിട്ട് നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്യല്ല, മാനസികമായിട്ട് അവരെ ഒറ്റപ്പെടുത്തല്ല ചെയ്യുന്നത്, ഒരു കുട്ടീനെ സെപ്പറേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവനൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ആ ഒരു ടൈമും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ അവരെ ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ ഒരുമിച്ച് ടീമായിട്ടൊക്കെ ടീം വർക്ക് പോലെ ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അല്ലാതെ അവനെ പൂർണ്ണമായിട്ട് സൈക്കോളജിക്കലി ഐസൊലേഷൻ അല്ല കേട്ടോ. ദിസ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് ചൈൽഡ് ഈസ് ലൈക്ക് ടു വർക്ക് ഇൻ ലോൺലിനെസ്. അപ്പൊ ഈ ഒരു മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യണം എന്നല്ല നമ്മളിവിടെ പറയുന്നത്. ബട്ട് റാദർ ഇൻ ദാറ്റ് സൈക്കോളജിക്കൽ ഐസൊലേഷൻ മെൻഷൻഡ് എബവ് വിച്ച് ഈസ് റിസൾട്ട് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പൊ നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് ആ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അവന്റെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജിക്കൽ എന്താ പറയാ, അവനെ കോൺസെൻട്രേഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സൈക്കോളജിക്കൽ ഐസൊലേഷൻ വഴി അവൻ എന്ത് കിട്ടി തുടങ്ങി, ഏകാഗ്രത കൈവരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അറ്റ് അതർ ടൈംസ് when the aim of the work is more conscious than the external child. Okay, നമ്മള് വർക്ക് ചെയ്യുന്ന സമയത്ത്, ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മുടെ ബോധ്യത്തോടു കൂടി ആ കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ടൈം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുകയാണ്. എക്സ്റ്റേണൽ ചിൽഡ്രൻ ഫ്രീക്വൻലി വർക്ക് ത്രൂ ഇൻ ഓട്ടോമാറ്റിക്കലി ഫോംഡ് ഗ്രൂപ്പ്സ്. അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ട് ബാക്കിയുള്ള കുട്ടികളെല്ലാം, അല്ലെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ ടീമായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരു ആക്ടിവിറ്റി ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞായിരിക്കും അവർ എന്ത് ചെയ്യുന്നോ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അവൻ ഒറ്റപ്പെടുത്തുന്നതല്ല അതിന്റെ മീനിങ്. അല്ലാതെ അവൻ ചെയ്യുന്ന വർക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല മീനിങ്. അവന് ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു സ്പേസ് കൊടുക്കുകയാണ്. അവനെ ഫുള്ളായിട്ട് ഒറ്റപ്പെടുത്തല്ല എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു വർക്ക് അവന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, ഇനി സബ്മിഷൻ ഓഫ് ദ പൊസസീവ് ഇൻസ്റ്റിൻറ്റ്. നമ്മൾ ആദ്യം ഇൻസ്റ്റിൻറ്റിന് വേറെ മീനിങ് ഇൻബിൽഡ്, ഇൻഹെറിറ്റ് എന്നൊക്കെ ഉള്ള ഒരു മീനിങ് വന്നിട്ട് ആദ്യം കുട്ടികൾ വരുമ്പോൾ നമ്മളെ സ്കൂളിലേക്ക് ആദ്യം കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. കാരണം എന്താണ്, അവർ ഇതുവരെയും കാണാത്ത കുറെ ഐറ്റംസ് ആണ് അവർ ആ ക്ലാസ് റൂമിൽ കാണുന്നത്. അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ, കൈവശം വെക്കാനും വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ആദ്യം ഭയങ്കര താല്പര്യമായിരിക്കും. അത് സാധാരണയാണ്. കുട്ടികളായതുകൊണ്ട് കുട്ടികൾക്ക് അതേപോലത്തെ ചിന്തകൾ വരാനുള്ളത് സ്വാഭാവികമാണ്. അവര് കുറെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകും. അത് നമ്മൾക്ക് മനസ്സിലാവും. അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആദ്യം ഈ ഒരു പ്രശ്നം ഉണ്ടാവും. ആദ്യം അവർക്ക് കയ്യിൽ വെക്കാനും ചില കളിക്കുന്ന സാധനങ്ങളൊക്കെ മറ്റു കുട്ടികൾക്ക് കൊടുക്കാതിരിക്കും. ഇതെനിക്ക് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങും, വാശി പിടിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് മനസ്സിലായി തുടങ്ങും, ഈ ഐറ്റംസ് അല്ലെങ്കിൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വേണ്ടത്, ഇതെല്ലാം ഇവിടെ തന്നെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്, ഇവിടുത്തെ വസ്തുക്കളാണ്, നമുക്ക് ഇവിടെ വന്നത് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലാതെ നമുക്കിത് കൈവശം വെക്കാൻ പാടില്ല എന്ന് അവൻ തിരിച്ചറിയും. അത് സ്വന്തമായിട്ട് മനസ്സിലാക്കി തുടങ്ങും. അവിടെ നിന്നാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഇതേപോലത്തെ ഒരു ഓർഡർ ഫോളോ ചെയ്ത് തുടങ്ങുന്നത്. നോക്കാട്ടോ. The mood of normalized child to their prepared environment and to all the enhanced occupation contains is that of intensive love, not cupidity. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികള് അവർക്ക് ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന എൻവിയോൺമെന്റ്, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള എൻവിയോൺമെന്റ് ആദ്യം അവർക്ക് എന്തായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലാതെ അവന് മാത്രം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അത് ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടാവും, അത് കഴിയുമ്പോൾ അത് മാറി വരും. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ ഫസ്റ്റ് ഫ്ലഷ് ഓഫ് ദർ എന്തൂസിസം, ആദ്യത്തെ ആ ഒരു ഉത്സാഹം ഉണ്ടാവുമല്ലോ, ചിൽഡ്രൻസ് മേ വിഷ് ടു ടേക്ക് ദ മെറ്റീരിയൽ ഹോം വിത്ത് ദം ബട്ട് ഓൺലി ഫോർ യൂസ്. അപ്പൊ ആദ്യം അവർക്ക് കുട്ടികൾക്ക് എന്തായിരിക്കും, വീട്ടിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകാൻ ഭയങ്കര താല്പര്യമായിരിക്കും. പിന്നെ അവനത് മനസ്സിലാവും, അത് അവന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്, ഇവിടത്തേതാണ്, ഇവിടെ വരുമ്പോ അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിൽ വരുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്യാം, അത് ഇവിടെ വയ്ക്കേണ്ടതാണെന്ന് ഒരു ടൈം കഴിയുമ്പോൾ മനസ്സിലാവും. ദ റീസൺ വൈ എ നോർമലൈസ്ഡ് ചൈൽഡ് ഹാസ് this defects of always waiting to post things is because of has sublimated his interest in them. ആദ്യം അവന് ആ ഒരു ഉണ്ടാവും, കൈവശം വെക്കാനും ആ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിയുമ്പോൾ, കുറച്ച് സമയം കഴിയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഇവിടെയാണ് വേണ്ടത്, ഇതിന്റെ എല്ലാം ഓർഡർ ഇവിടെയാണ്, നമ്മൾ ഇത് ഒരിക്കലും കൈവശം വെക്കാൻ പാടില്ല. അത് എല്ലാ കുട്ടികൾക്കും ഉള്ള കാര്യമാണ് കേട്ടോ. നമ്മളിപ്പോ പാരന്റ്സ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ചില കുട്ടികളെയൊക്കെ ക്ലാസ്സിലൊക്കെ വിട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് പെൻസിലും ഒരുപാട് പേനയൊക്കെ ആയിട്ടായിരിക്കും ബോക്സിലിട്ട് വരുന്നത്. ചിലപ്പോൾ അവൻ കൊണ്ടുപോയതൊന്നും ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ ആയിരിക്കും. അതെന്ന് വെച്ചാൽ ഒരു എന്തുസമാണ്, കാരണം ഒരു ഉത്സാഹമാണ്, അവന് അത് വേണം എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ അവന് മനസ്സിലാവും അത് അവരുടെ കുട്ടികളുടെ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ മോൺസോറി എൻവയോൺമെന്റിലാണെങ്കിലും ഒരുപാട് ഐറ്റംസ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുണ്ട്, കളിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ അത് അവർക്ക് കൈവശം വെക്കാനും മറ്റു കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാനൊക്കെ ആദ്യം ഇവര് നോക്കും. പിന്നെ അവര് മനസ്സിലായി തുടങ്ങും, ഇതെനിക്ക് ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവൻ എന്ത് ചെയ്യും, അതായിട്ടൊന്ന് ശീലിച്ചു തുടങ്ങും. ഓക്കെ, ഇത്രയുമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ലവ് ഓഫ് ഓർഡർ പറഞ്ഞു, ലവ് ഓഫ് വർക്ക്, profound spontaneous concentration, attachment to reality, then love of silence, submission of the possessive instinct. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക നല്ല രീതിയിൽ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം.
സൈൻ ഔട്ട് ആരാ പറയുന്നേ? നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒന്നുമില്ലേ പിള്ളേരെ? ടീം ലീഡേഴ്സ് ഒന്നുമില്ല? സൈൻ ഇന്നും സൈൻ ഔട്ടും പ്രെയർ ഒക്കെ ആരൊക്കെയാ പറയണ്ടേന്നുള്ള തീരുമാനിക്കാൻ. ഇന്ന ദിവസം ഇന്ന ആള് സൈൻ പറയും, ഇന്ന ദിവസം ഇന്ന ആള് പ്രെയർ പറയും എന്നൊക്കെ പറഞ്ഞു ഒരു ടീം വർക്ക് പോലെ ചെയ്തോടെ? ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലേ നമ്മള് ചെയ്യുന്നേ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചാലുവേ പിള്ളേർക്ക് പറയാൻ ഒരു മടിയാ. ഞാനിത് ഏറ്റെടുക്കാം എന്ന് പറയാൻ ഒരു മടിയുണ്ട് എല്ലാവർക്കും. എന്ന് വെച്ചാൽ ചെയ്യാതിരിക്കത്തില്ല കേട്ടോ, ചോദിച്ചാൽ എല്ലാവരും ചെയ്യും. പിന്നെ സൈൻ ഔട്ട് എങ്ങനെ ചെയ്യണേന്ന് ആർക്കും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ജിഷാമേം പറഞ്ഞു ഒപ്പനയോ തിരുവാതിര അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചോണ്ട് വന്നിട്ട് സൈൻ ഔട്ടും സൈനും ഒക്കെ ചെയ്യണേന്ന് പറഞ്ഞു. പക്ഷെ ഇത് ആർക്കും അറിയത്തില്ല എങ്ങനെ ചെയ്യണം എന്ന്. നമ്മൾ കണ്ടിട്ടില്ല. ഒരു മോഡൽ കണ്ടാണ്. ഓക്കെ, ചിലപ്പോ ഒരു 1 മിനിറ്റ് സ്റ്റോറി ആയിരിക്കും നമ്മൾ ആ സൈൻ ഔട്ടിന്റെ സമയത്ത് പറയുന്നത്. അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. 1 മിനിറ്റ് സ്റ്റോറി പറയും, അല്ലെങ്കിൽ നമ്മൾ ഇന്നെടുത്ത ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം പറയും, അത് കഴിഞ്ഞ് താങ്ക് യു പറയും. പല രീതിയിൽ നമുക്ക് സൈൻ ഔട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാൻ പറ്റും. ഒപ്പനയും തിരുവാതിരയൊക്കെ അത് ഓരോരുത്തരൊരു രീതി. അല്ലെങ്കിൽ നമ്മൾ ക്ലാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. ചില ഗെയിമുകൾ വെച്ച് നമ്മൾ സൈൻ ഔട്ട് ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പല മെത്തേഡിൽ സൈൻ ഇന്നും സൈൻ ഔട്ട് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കുക മോണ്ടിസോറി ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ മെത്തേഡിൽ സൈൻ ഇൻ എങ്ങനെയാണ്, സൈൻ ഔട്ട് എങ്ങനെയാണ്. അപ്പൊ നമ്മള് കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് കഴിയും. അപ്പൊ ഞാൻ യൂട്യൂബിൽ കണ്ടില്ല മാം. ഞങ്ങൾ ആകെ കണ്ടേക്കണത് നമ്മുടെ ഈ റിയാലിറ്റി ഷോസിലൊക്കെ സൈനിങ് ഔട്ട് ഒക്കെ പറയൂലേ, അതല്ല നമ്മൾ പറയുന്നേ. കാരണം എന്താണെന്നറിയാമോ, നമ്മളിപ്പോ ക്ലാസ്സിലേക്ക് നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഈ ടീച്ചേഴ്സ് ഒരു 5 മിനിറ്റ്സ് കൊടുക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ്സ് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി കൊടുക്കും. ആ സമയത്ത് നമുക്ക് ടീച്ചർ ചിലപ്പോൾ ഒരു കഥ പറഞ്ഞുതരും. കുഞ്ഞു കഥയായിരിക്കും, നല്ലൊരു സ്റ്റോറി ആയിരിക്കും. നമുക്ക് ആ ഒരു അങ്ങനത്തെ സൈൻ ഔട്ട് പറയില്ലേ, അതേപോലെയാണ്. ഓക്കെ, ഹരി ഒരാള് സൈൻ ഔട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറഞ്ഞോടാ. This is our wonderful class of Abarna ma'am. This class is very beautiful and very meaningful class, very understandable class for us. Thank you for our facilitator Abarna ma'am. Signing out of, it's me Gauri Nandana. ഓക്കെ, താങ്ക് യു ഗൗരി. ഓക്കെ, ഇതേപോലെ പറയാ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാ. അല്ലെങ്കിൽ 1 മിനിറ്റ് സ്റ്റോറീസോ എന്തെങ്കിലും ഗെയിമോ, അങ്ങനെ ഗെയിംസ് കളിക്കുന്ന പോലെ, അല്ലെങ്കിൽ വല്ല മാജിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ ഔട്ട് പറയാം കേട്ടോ. വല്ല ഗെയിം രീതിയിൽ നിങ്ങൾക്ക് സൈൻ ഔട്ട് പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു മാം.